കുടുംബത്തിന്റെ കണ്ണീരും അതിന്റെ സങ്കടവും നമുക്ക് ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത വലിയ നഷ്ടമാണ് കുടുംബത്തിനുണ്ടായത്. പക്ഷേ ആ അജീഷിന്റെ മകള് പറഞ്ഞതുപോലെ ഇനി ഒരാൾക്ക് ഇത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് നടപടികൾ സ്വീകരിക്കാന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നലെ കോഴിക്കോട് നിന്ന് ഞങ്ങൾ തിരുവനന്തപുരത്തെത്തി നിയമസഭയിൽ അടിയന്തര പ്രമേയമായി ഈ വിഷയം ഉന്നയിച്ചു. ഗൌരവതരമായ ഒരു നിഷ്ക്രിയത്വം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ നിഷ്ക്രിയത്വം മാറ്റി ഹ്രസ്വകാലത്തേക്കും ദീർഘകാലത്തേക്കുമുള്ള പരിപാടികൾ ഇതിനകത്ത് ആവിഷ്കരിക്കണം. കാരണം കൃഷിക്കാർക്ക് കൃഷി നടത്താൻ പറ്റുന്നില്ല, ജീവൻ അപകടത്തിലാണ്. വയനാട് മാത്രമല്ല, കേരളത്തിലെ വനാതിർത്തികൾ മുഴുവൻ വലിയ ഭീതിയിലാണ് ജനങ്ങൾ നിൽക്കുന്നത്, വലിയ ഭീതിയിലാണ്. കാരണം കഴിഞ്ഞ വർഷത്തെ 9 മാസത്തിനുള്ളിൽ തന്നെ 85 പേരാണ് ഈ വന്യജീവികളുടെ ആക്രമണത്തിൽ മരിച്ചിട്ടുള്ളത്. 2016 മുതൽ ഈ അടുത്ത സമയം വരെ 909 പേരാണ് മരിച്ചിട്ടുള്ളത്. അപ്പോൾ ഗുരുതരമായൊരു വിഷയമായി മാറുകയാണ്. ഒരു തരത്തിലുള്ള കൃഷിയും നടക്കുന്നില്ല. ഭൂമിക്കടിയിലുള്ള കൃഷിയെല്ലാം കിഴങ്ങ്, ചേന, ചേമ്പ് ഇതെല്ലാം പന്നി വന്ന് നശിപ്പിക്കുകയാണ്. നാളികേരം, നെല്ല് നശിപ്പിക്കുകയാണ്. നാളികേരം കുരങ്ങൻ വന്ന് കരിക്കിന്റെ പ്രായമാവുന്നതിന് മുമ്പ് തന്നെ അത് ഇട്ടുകൊണ്ട് പോവുകയാണ്. ആന കയറി, പോത്ത് കയറി ഇതെല്ലാം നശിപ്പിക്കുകയാണ്. ഒരു കൃഷിയും നിലനിൽക്കുന്നില്ല. എല്ലാവരും കഷ്ടപ്പാടിലും ദുരിതത്തിലും വലിയ കടക്കെണിയിലും ആണ്. അതുപോലെ ജീവനും ഭയങ്കര അപകടത്തിലായിരിക്കും. ഈ ഒരു വിദിതമായ അവസ്ഥയിൽ കുഞ്ഞുങ്ങളെങ്ങനെ സ്കൂളിലയക്കും? ഞാൻ നിയമസഭയിൽ ചോദിച്ചതാണ്. ഒരു റബ്ബർ എങ്ങനെ ടാപ്പ് ചെയ്യാൻ പോവും? ഈ പശുവിനെ വളർത്തിയിട്ടാണ് പലരും ജീവിക്കുന്നത്. ഒരു പാല് കൊടുക്കാൻ എങ്ങനെ പുറത്തോട്ട് പോവും? ഒരു പുല്ലരിയാൻ എങ്ങനെ പുറത്തേക്ക് പോവും? അപ്പോൾ വീട്ടിൽ നിന്ന് ആർക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത ഭീതിതമായൊരവസ്ഥ. ഇന്നലത്തെ തന്നെ അജീഷിനെ ആക്രമിച്ച് കൊല്ലുന്ന ആ ഭീകരമായ ഒരു കാഴ്ചയാണ്. ഒരാൾക്കും അതിൻ്റെ അകത്ത് ഒരു ഭീതി മറയ്ക്കാൻ കഴിയില്ല. അത്രയും വലിയ സങ്കടമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ നിഷ്ക്രിയത്വം വെടിഞ്ഞ് കൃത്യമായ പരിപാടികളുമായി സർക്കാർ പോകണം. അതേ അവസരത്തിൽ ഈ നഷ്ടപരിഹാരം കൊടുക്കുന്ന കാര്യത്തിൽ വലിയ പരാജയമാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ ഇവിടെ എല്ലാവരും വെച്ച് എഗ്രിമെന്റ് ഞാൻ വായിച്ചു. പക്ഷെ ഇന്നലെ ഞങ്ങളെ കണ്ണൂര് കാണാൻ വന്നത് ജസ്റ്റിന്റെ ഭാര്യ ആണ്. ജസ്റ്റിന് ഇതുപോലെ ബൈക്കിൽ രണ്ടുപേരും കൂടി പള്ളിയിലേക്ക് പോകുമ്പോൾ ആക്രമിച്ച് ഭാര്യയുടെ മുമ്പിൽ വെച്ച് ഭർത്താവിനെ ഒന്നാണ്. ഇതുവരെ ജസ്റ്റിന്റെ ഭാര്യയ്ക്ക് ജോലി കൊടുത്തിട്ടില്ല. ഇതുവരെയുള്ള പല കേസുകളും കൊടുത്തിട്ടില്ല. മാത്രമല്ല, മരിച്ച ആളുകൾക്ക് പലർക്കും നഷ്ടപരിഹാരം കൊടുത്തിട്ടില്ല. കർഷകർക്ക് നഷ്ടപ്പെട്ട കൃഷി വന്യജീവി ആക്രമണത്തിൽ 7000-ഓളം പേർക്ക്, ഇപ്പം ഈ ഇവിടെ തന്നെ ഇതിന്റെ അടുത്ത് തന്നെ ഞാൻ കയറി വന്നപ്പോൾ പറഞ്ഞു, 7000-ഓളം പേർക്ക് നഷ്ടപരിഹാരം കൊടുക്കാനുണ്ട്. ഈ വർഷത്തെ ബജറ്റിൽ വെച്ചിരിക്കുന്ന ആകെ 48 കോടി രൂപയാണ് ഈ വിഷയം പരിഹരിക്കാൻ. നഷ്ടപരിഹാരത്തിന് വേണ്ടി മാത്രമല്ല, ഈ വിഷയം മൊത്തം ഈ വന്യജീവികളും മനുഷ്യനുമായിട്ടുള്ള ഈ സംഘർഷം പരിഹരിക്കാൻ വെച്ചിരിക്കുക എന്ന് പറഞ്ഞു നിയമസഭയിൽ. 48 കോടി രൂപയാണ് ആകെ വെച്ചിരിക്കുന്നത്. അപ്പൊ അത്രയും ലാഘവത്വത്തോടു കൂടിയാണ് സർക്കാർ ഈ വിഷയത്തെ കാണുന്നത്. അത് ഞങ്ങൾ വളരെ ശക്തമായ ഭാഷയിൽ രാഷ്ട്രീയമൊന്നും കലർത്തി, ഈ വിഷയത്തിൽ അങ്ങനെ രാഷ്ട്രീയം കലർത്തേണ്ട വിഷയമല്ല, രാഷ്ട്രീയമൊന്നും കലർത്താതെ ശക്തമായ ഭാഷയിൽ ഞങ്ങളിത് അവതരിപ്പിച്ചിട്ടുണ്ട്.